നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഞാൻ ഒന്നും ആശിക്കുന്നില്ല, ഒന്നിനെയും ഭയപ്പെടുന്നുമില്ല. ഞാൻ സ്വതന്ത്രനാണ്. ഇത് ഒരാളുടെ ശവകുടീരത്തിലെ ലിഖിതമാണ്, മറ്റാരുടെയുമല്ല, നിക്കോസ് കസൻസാക്കിസിൻ്റെ. ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനും അതുപോലെ തന്നെ ദാർശനികമായ കസൻസാക്കിസ് പ്രകടിപ്പിച്ചിരുന്ന മനോവികാരത്തെ അതിശക്തമായി ആലേഖനം ചെയ്ത ഒരു ശവകുടീര ലിഖിതമായിരുന്നു ഇത്. അന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തെ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുന്നതിന് വിസമ്മതിക്കുകയും തുടർന്ന് ഹെരാക്ലിയോൺ നഗരത്തിൻ്റെ ഭിത്തിയോട് ചേർന്ന് അദ്ദേഹത്തെ സംസ്കരിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് അത് ഏറെ പൂജനീയമായൊരു സ്ഥലമായി മാറിയിരിക്കുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ കസൻസാക്കീസിനോടുള്ള സഭകളുടെ നിലപാട് വെളിപ്പെടുത്തുന്നതായിരുന്നു ആ സംഭവം. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇപ്രകാരം ഒരു കുറിപ്പ് ആ ശവകുടീരത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായത്. അദ്ദേഹം 1883 ഫെബ്രുവരി 18 അദ്ദേഹത്തിൻ്റെ ജനനം. ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ക്രീറ്റിലെ ഹെറക്ലിയോണിൽ ആയിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത്. വാസ്തവത്തിൽ ക്രീറ്റ് എന്ന് പറയുന്ന സ്ഥലം ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അധിനിവേശത്തിലുള്ള സ്ഥലമാണ്. ക്രീറ്റുകാർ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് മോചനം തേടി എങ്ങനെയെങ്കിലും ഗ്രീസുമായി ചേരണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെറുപ്പത്തിൽ കാണുന്നത് ഇത്തരത്തിലുള്ള ഇടയ്ക്കിടെ സംഭവിക്കുന്ന പോരാട്ടങ്ങളാണ്. ക്രീറ്റിനെ സ്വതന്ത്രമാക്കി ഗ്രീസിൽ ലയിക്കുവാനുള്ള ചില ശ്രമങ്ങളും അതിൻ്റെ പരാജയങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അദ്ദേഹം കേൾക്കുന്ന വാർത്തകൾ. അദ്ദേഹത്തിൻ്റെ കസാൻസാക്കിസ് എന്ന പേര് വന്നതിനെക്കുറിച്ച് പറയുന്നത് കുട്ടകം എന്നർത്ഥമുള്ള ഗസാൻസി എന്ന തുർക്കി ഭാഷാഭാഗത്തിൽ നിന്നാണ് ഇപ്രകാരം സിദ്ധിച്ചതെന്നാണ് പറയപ്പെടുന്നത്. വലിയ പാത്രങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ അവയുടെ കേടുപാടുകൾ തീർക്കുകയും ചെയ്യുന്ന തൊഴിലാണ് ഇവർ കുടുംബങ്ങളായി കൊണ്ടാടിയിരുന്നത്. അത് ലോപിച്ച് മാറ്റം വന്നാണ് പിന്നീട് അത് കസാൻസാക്കിസ് എന്ന് പറയുന്ന പദത്തിലേക്ക് മാറുകയുണ്ടായത്. 1902 അദ്ദേഹം ഏതൻസ് സർവകലാശാലയിൽ നിയമം പഠിക്കുവാനായി ചേരുകയുണ്ടായി. വിജയകരമായി അദ്ദേഹത്തിൻ്റെ നിയമപഠനം പൂർത്തിയാക്കപ്പെട്ടു. 1907 തത്വചിന്ത പഠിക്കുവാനായിട്ട് പിന്നീട് അദ്ദേഹം പാരീസിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം ഗ്രീസിൽ തിരിച്ചെത്തിയ അദ്ദേഹം ദാർശനികമായ രചനകൾ അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. 1911 കസാൻസാക്കിസ് ഗലാത്തിയ അൽക്സിയൗന എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. 1926 വിവാഹ മോചിതനാവുകയുണ്ടായി. 1945 അദ്ദേഹം എലേത്തി സമിത്രയേവിനെ വിവാഹം കഴിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു യാത്ര നടത്തുകയായിരുന്നു. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, റഷ്യ, സ്പെയിൻ, സൈപ്രസ്, ഈജിപ്റ്റ്, ചെക്കോസ്ലോവാക്യ, ചൈന, ജപ്പാൻ, ഇതെല്ലാം അദ്ദേഹം യാത്ര നടത്തിയത്. തുടർന്നുള്ളൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം യാത്ര നടത്തേണ്ടത്. മരണം വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ യാത്രകൾ ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റിനോട് അദ്ദേഹം വലിയ ഒരു ആരാധനയായി മാറുകയുണ്ടായി. അദ്ദേഹം ബെർലിനിലുള്ളപ്പോഴാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അതിൻ്റെ ആരാധകനായി മാറുന്നു. പിന്നീട് അത് ലെനിൻ്റെ ഒരു ആരാധകൻ എന്ന രീതിയിലേക്ക് തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. പക്ഷേ പിന്നീട് ലെനിൻ്റെ കാലശേഷം സ്റ്റാലിൻ അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു ചിത്രം അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റിനോടുള്ള ആ താല്പര്യം
ഒരല്പം കുറഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ലെനിനോട് പുലർത്തിയിരുന്ന ആ ഒരു താല്പര്യമൊന്നും അദ്ദേഹത്തിന് സ്റ്റാലിനോട് പുലർത്തുവാൻ കഴിയുകയുണ്ടായില്ല. തന്നെയുമല്ല, ആ സ്റ്റാലിൻ അധികാരത്തിലേക്ക് കയറി വന്ന പടവുകളെ കസാൻത്തിസാക്കിസിന് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ടതല്ലാണ്. അതായത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന തലത്തിലേക്ക് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ സമയത്ത് കാണുന്നത്. തെറ്റായ ചില നയങ്ങൾ പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ചില നിലപാടുകളെ അദ്ദേഹം അതിശക്തമായ രീതിയിൽ എതിർത്തിരുന്നു, അല്ലെങ്കിൽ അതിനെതിരെ അദ്ദേഹം നിശബ്ദമായി പൊരുതിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. എന്തായാലും അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിസത്തിൻ്റെ ആശയങ്ങളോടുള്ള ആ ആശയത്തെ അദ്ദേഹം ആശ്ലേഷിച്ചുവെങ്കിലും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളെ അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. 1940 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഇതര ഇടതുപക്ഷത്തിലെ ഒരു ചെറിയ കക്ഷിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ നേതാവായിരുന്നുകൊണ്ട് കസാൻത്തിസാക്കിസ് ഗ്രീസിലെ സർക്കാരിൽ വകുപ്പില്ലാത്ത ഒരു മന്ത്രിയായി ചുമതല വഹിക്കുകയുണ്ടായി. വാസ്തവത്തിൽ അദ്ദേഹത്തിന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനൊരു അർത്ഥരാഹിത്യം തോന്നുകയും പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അടുത്ത വർഷം അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോബൽ സമ്മാനത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ആ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടുവെങ്കിലും ആ വർഷം, ആ നോബൽ സമ്മാനം നൽകുന്ന ആ വർഷം, അത് ഒരു വോട്ടിൻ്റെ ആധിക്യത്താൽ അത് ലഭിക്കേണ്ടത് ആൽബർട്ട് കാമ്യൂവിനായിരുന്നു. ആൽബർട്ട് കാമ്യൂ പിന്നീട് പറയുകയുണ്ടായിട്ടുണ്ട്, തന്നെക്കാളും വളരെ വിശിഷ്ടനായ വ്യക്തിയായിരുന്നു കസാൻത്തിസാക്കിസ്, അദ്ദേഹത്തിനാണ് അത് അർഹതപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മികവിൻ്റെ 100-ൽ അംശം പോലും തനിക്കില്ല എന്ന ഒരു ഏറ്റുപറച്ചിൽ അദ്ദേഹം നടത്തുകയുണ്ടായി. പക്ഷേ അന്ന് ആൽബർട്ട് കാമ്യൂ ആണ് അന്ന് നോബൽ സമ്മാനത്തിന് അർഹനായത്. അവിടെ കസാൻത്തിസാക്കിസ് പുറകിലേക്ക് പോവുകയും തള്ളപ്പെടുകയും ചെയ്ത ഒരു കാഴ്ചയും നമ്മൾ ഇതിനോടൊപ്പം ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുന്നത്. 1957 രക്താർബുദ ബാധിതനായിരുന്നുവെങ്കിലും അദ്ദേഹം ചൈനയും ജപ്പാനും സന്ദർശിക്കാനായി പുറപ്പെടുകയുണ്ടായി. മടക്കയാത്ര വിമാനത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അസുഖം തീവ്രമാവുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം അടിയന്തരമായി അദ്ദേഹത്തെ ജർമ്മനിയിലെ ഫ്രീബർഗിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. 1957 അദ്ദേഹത്തിൻ്റെ മരണം നടക്കുകയുണ്ടായത്. അപ്പോൾ ഇത്തരം ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ചക്രം നമ്മൾ ഉൾക്കൊള്ളുവാൻ മനസ്സിലാക്കുന്നത്. ആ ജീവിത കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങളിലൂടെ വൈജാത്യങ്ങളും ആ സൃഷ്ടികളിലൂടെ സമൂഹത്തെ ഇളക്കി മറിച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു താത്വിക തലത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ കൃത്യമായി അപഗ്രഥിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം ജീവിതം വളർന്നു കയറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. എന്തായാലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പല ഘട്ടങ്ങളിലായി പുറത്തു വരികയുണ്ടായ സൃഷ്ടികളാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമായ നോവലുകൾ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നോവൽ, തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ നോവൽ എന്ന് പറയുന്നത് ഗ്രീക്കുകാരൻ സോർബ എന്ന് പറയുന്ന ഒരു നോവലായിരുന്നു. 1964 അദ്ദേഹത്തിൻ്റെ ആ നോവൽ അത് ഒരു ചലച്ചിത്ര ഭാഷ്യമായി മാറി. ആ ചലച്ചിത്രമായി മാറിയപ്പോഴാണ് കസാൻത്തിസാക്കിസ് എന്ന് പറയുന്ന വ്യക്തിയെ ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുന്നത്. കസാൻത്തിസാക്കിസ് ആ കാലഘട്ടത്തിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ലോകവ്യാപകമായ ശ്രദ്ധ ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രീക്കുകാരൻ സോർബ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ അത് ചലച്ചിത്രമാക്കി മാറ്റിയപ്പോഴായിരുന്നു. 1906 നിർവാമി എന്ന തുല്യനാമത്തിൽ പ്രസിദ്ധീകരിച്ച സർപ്പവും ലില്ലിയും എന്ന കഥയാണ് അദ്ദേഹത്തിൻ്റെതായി ആദ്യം പുറത്തു വരികേണ്ടത്. 1906 അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1883 ജനിക്കുന്നു. അപ്പോൾ 1906 എന്ന് പറയുമ്പോൾ 17 മാറി 23 വയസ്സ് കാലഘട്ടത്തിലാണ് അദ്ദേഹം നിർവാമി എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധീകരിച്ച സർപ്പവും ലില്ലിയും, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സൃഷ്ടി. 1909 അദ്ദേഹം കോമഡി എന്നൊരു ഏകാംഗ നാടകം അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി. ഈ നാടകത്തിന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സാർട്രിനെയും കാമ്യുവിനെയും പോലുള്ളവരുടെ ആ കാലഘട്ടം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രധാനമായും സാർട്രും കാമ്യുവും ഒക്കെ പ്രധാനമായും
ആ സാഹിത്യ ചക്രവാളം മടക്കി വരികയാണ്. അവരുടെ രചനകളിൽ നിന്നുള്ള അസ്തിത്വ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ അസ്തിത്വ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന നാടകത്തിൽ അദ്ദേഹം കസാൻസാക്കിസ് കൈകാര്യം ചെയ്യുകയുണ്ടായത്. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നത് അസ്തിത്വ സംബന്ധമായ വിഷയങ്ങൾ. അതിൽ നിന്നാണ് പിന്നീട് ഈ നാടകത്തിൻ്റെ ഈ ഏകാംഗ നാടകത്തിൻ്റെ രചനാ സങ്കേതം വരുന്നത്. 1910 പാരീസിലെ പഠനത്തിന് ശേഷം അദ്ദേഹം ഗ്രീക്ക് നാടോടി കഥയെ ആശ്രയിച്ച് മുഖ്യശില്പി എന്ന ഒരു ദുരന്ത നാടകം എഴുതുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിളിക്കപ്പെടാവുന്ന ഏറ്റവും വലിയ സൃഷ്ടി 33,333 വരികളിൽ എഴുതിയ ഒഡീസി, ഒരു ആധുനിക സമ്പൂർത്തി എന്ന് പറയുന്ന സൃഷ്ടിയായിരുന്നു. ദ ഒഡീസി എ മോഡേൺ സീക്വൽ എന്നറിയപ്പെടുന്ന ആ സൃഷ്ടി യഥാർത്ഥത്തിൽ ഒരു അമ്പരപ്പിക്കുന്ന സൃഷ്ടിയായിരുന്നു. 3333 വരികൾ എന്ന് പറയുമ്പോൾ അത് ഒട്ടും നിസ്സാരമല്ല, വലിയ ഒരു സൃഷ്ടികർമ്മമാണ് അദ്ദേഹം നടത്തുകയുണ്ടായത്. യഥാർത്ഥത്തിൽ അദ്ദേഹം 1924 എഴുതി തുടങ്ങിയെങ്കിലും പിന്നീട് അദ്ദേഹം അത് പൂർത്തിയാക്കുന്ന 1932 മാത്രമാണ്. ഹോമറിൻ്റെ ഒഡീസിയെ അതിൻ്റെ ഘടന പിന്തുടർന്നുകൊണ്ടാണ് ഈ സൃഷ്ടി മുന്നോട്ട് പോകുന്നത്. ഈ കാവ്യം 24 ഖണ്ഡങ്ങളിലായിട്ടാണ് അത് പൂർത്തിയാക്കപ്പെട്ടുള്ളത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സൃഷ്ടിയായി എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം ശ്രദ്ധേയമായിട്ട് മറ്റ് സൃഷ്ടികളെന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ സോബറയെക്കുറിച്ച് അവൾ പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് വരുന്ന ഗ്രീക്ക് പീഡാനുഭവം, ദ ഗ്രീക്ക് പാഷൻ എന്ന് പറയുന്ന സൃഷ്ടിയാണ്. പിന്നെ ക്യാപ്റ്റൻ മിക്കാലിസ് എന്ന് പറയുന്ന മറ്റൊരു സൃഷ്ടിയുണ്ട്. പിന്നെയുള്ളൊരു സൃഷ്ടിയാണ് 1950 പുറത്തുനിന്ന് ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം, ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സൃഷ്ടി. 1956 ദൈവത്തിൻ്റെ നിശൻ എന്ന് പറയുന്ന സൃഷ്ടി. അതിനോടൊപ്പം ചേർത്ത് പറയാവുന്ന മറ്റ് സൃഷ്ടികൾ എന്ന് പറയുന്നത് ആത്മകഥാപരമായതും കൽപ്പിത കഥയുമായി ചേർന്നുകൊണ്ടുള്ള ഗ്രെക്കോയ്ക്കുള്ള റിപ്പോർട്ട് എന്ന് പറയുന്ന ഗ്രീക്കുള്ള റിപ്പോർട്ട്. ഗ്രെക്കോ എന്ന് പറയുമ്പോൾ ഗ്രീക്കിൻ്റെ മറ്റൊരു പദമാണ് ഗ്രെക്കോ എന്ന്. ഗ്രെക്കോയ്ക്കുള്ള റിപ്പോർട്ട് എന്ന് പറയുന്ന സൃഷ്ടി. അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത അതിൽ ആത്മകഥയുണ്ടായിരുന്നു, കൽപ്പിത കഥയുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സമഞ്ജസമായ സമ്മേളനത്തിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കസാൻസാക്കിസ് തൻ്റെ ദർശനം, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ക്രീറ്റുകാരൻ്റെ മിഴിക്കോൺ എന്ന തലത്തിലാണ് അദ്ദേഹം അതിനെ ഉൾവേശിപ്പിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. തൻ്റെ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം ഗ്രീക്കുകാരൻ്റെ മിഴിക്കോൺ എന്ന ആ രീതിയിലാണ് അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായത്. ഈ പറയുന്ന സൃഷ്ടികളിൽ നമുക്കൊരു പക്ഷേ ആദ്യം കേട്ടപ്പോൾ വളരെ ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ള, വളരെ ചർച്ച ചെയ്യപ്പെട്ടുള്ള സൃഷ്ടിയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, ദാറ്റ് ഈസ് എ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സംഗതികൾ. ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന് പറയുന്ന തലത്തിലുള്ള സൃഷ്ടി. ഒരുപക്ഷെ ഈ സൃഷ്ടി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ഉൾനീക്കി പുറത്തു വന്നായിരിക്കും. അവിടെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു ആത്മീയ അസ്വാസ്ഥ്യം അനുഭവിച്ചിരുന്നു. രചനകളിൽ നീച്ചയുടെ പല തത്വശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളും അതിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ആത്മീയ അസ്വാസ്ഥ്യം അനുഭവിക്കുന്ന ഒരു തലത്തിലേക്കും കസാൻസാക്കിസ് വളർന്നിരുന്നു എന്നുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മനസ്സിൻ്റെ ഉള്ളിലെ വിങ്ങലാണ് ആത്മീയ അസ്വാസ്ഥ്യമായി പുറത്തു വരികേണ്ടത്. താൻ എന്ത് ചിന്തിക്കണം, തൻ്റെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു നിലപാടെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മതപരമായ നിലപാട് വേണോ, മതവിരുദ്ധമായ നിലപാട് വേണോ, ആ രീതിയിൽ ഒക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ ആശങ്കകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു കാര്യം ഉൾക്കൊള്ളാനുണ്ട്, ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ശേഷമാണ് അദ്ദേഹം 1956 ദൈവത്തിൻ്റെ നിശൻ എന്ന് പറയുന്ന സൃഷ്ടി എന്നത്. അത് അസീസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് എഴുതപ്പെട്ട ഒരു സൃഷ്ടിയായിരുന്നു. ആ സൃഷ്ടി വിളംബരം ചെയ്യുന്നത് ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് മുന്നോട്ട് വെച്ച ആ ആശയതലങ്ങളുടെ നേരെ വിപരീതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ കഴിയുക. ഏതിൽ കാണാൻ കഴിയുക? ഈ പറയുന്ന ദൈവത്തിൻ്റെ നിശൻ എന്ന് പറയുന്ന അസീസിയിലെ ഫ്രാൻസിസിൻ്റെ കഥ പറയുന്ന സൃഷ്ടിയിൽ കാണാൻ കഴിയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടുകളിൽ വരുന്ന മാറ്റമാണ്. 1950 അദ്ദേഹം ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം വരുന്നത്. 1956 അദ്ദേഹത്തിൻ്റെ നിശൻ എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്ന ആശയഗതികളിൽ നിന്ന് വിഭിന്നമായ രീതിയിലൊരു ആശയഗതി അദ്ദേഹം പുലർത്തി എന്നതിൻ്റെ കൃത്യമായ ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സൃഷ്ടി അദ്ദേഹത്തിൻ്റെ സഭാവിരുദ്ധമായ നിലപാട് അത് ഉറപ്പിച്ചു നിർത്തുന്ന ഒന്നായിരുന്നു. അദ്ദേഹം
ഈ ദൈവത്തിൻ്റെ നിസ്സൻ എഴുതുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വന്നുവെങ്കിലും സഭയെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഈ പറയുന്ന ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സൃഷ്ടിയെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് സഭയ്ക്കുണ്ടായിരുന്നത്. ദൈവത്തെ യേശുവിനെ ഒരു പ്രത്യേക തലത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. അവസാന അധ്യായം വരെ അദ്ദേഹത്തെ ഒരു സാധാരണ മനുഷ്യനായിട്ട് അവതരിപ്പിക്കുകയും തന്നെയുമല്ല യേശു അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും തീക്ഷ്ണമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു സൃഷ്ടിയായിരുന്നു. അതാണ് അതിനെ ശ്രദ്ധേയമാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സൃഷ്ടി ലോകവ്യാപകമായി ആക്രമിക്കപ്പെടുകയുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം. അത് റോമൻ കത്തോലിക്ക സഭ ഈ പുസ്തകത്തെ നിരോധിക്കണമെന്നുള്ള അതിശക്തമായ ആശയം അത് മുന്നോട്ട് വെച്ചിരുന്നു. ദൈവനിന്ദ ആരോപിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സൃഷ്ടി ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ കൂടി ലോകതലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ സൃഷ്ടി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടതായി വരും. അദ്ദേഹത്തിന് 30,333 വരികളിൽ എഴുതപ്പെട്ട ഒഡീസി ഒരു ആധുനിക സമ്പൂർത്തി എന്ന സൃഷ്ടിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്തരമായ സൃഷ്ടികൾ. എങ്കിലും ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സൃഷ്ടിച്ച ലോകവ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ, അതിനെ സംബന്ധിക്കുന്ന ലോകത്തിൻ്റെ വിവിധ വശങ്ങളിൽ നിന്ന് ഇരുചേരികളായി നിന്ന് ഏറ്റുമുട്ടപ്പെട്ട സംഭവവികാസങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ആ കൃതിയുടെ മൂല്യം വർദ്ധിപ്പിച്ചു എന്നായിരുന്നു യാഥാർത്ഥ്യം. അത് വായനക്കാർ വളരെയേറെ സൃഷ്ടിക്കപ്പെട്ടു എന്നതുകൂടി നമ്മൾ ഓർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പലപ്പോഴും ഒരു വിവാദമായിരിക്കും ഒരുവരുടെ സൃഷ്ടിയെ വളരെ ശ്രദ്ധേയമാക്കി മാറ്റുക എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഈ പറയുന്ന ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സംഗതി. അതിനനുസൃതമായി മലയാളത്തിലും അതിന് സമാനമായ ഒരു സൃഷ്ടി നടക്കപ്പെടുകയുണ്ടായി. അതും വലിയ വിവാദങ്ങൾക്ക് വഴി തെളിയിക്കപ്പെട്ടു. പിന്നീട് സുപ്രീം കോടതിയിൽ ആ വിഷയമെത്തി പിന്നീട് ആ സൃഷ്ടി ഭാരതത്തിൽ നിരോധിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നുകയറുകയുണ്ടായി. അപ്പോൾ അത് അതിൻ്റെ ഒരു വ്യത്യസ്തമായ തലമാണ്. അവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഈ പറയുന്ന ആശയ സ്വാതന്ത്ര്യം, മതപരമായിട്ടുള്ള മനുഷ്യൻ്റെ അവകാശങ്ങൾ, മതപരമായ അവകാശങ്ങളാണോ അതോ മനുഷ്യൻ്റെ ആശയ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ തുല്യതയും ഒക്കെ ഏതാണ് പ്രാധാന്യമെന്ന് പറയുമ്പോൾ ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട്. ഇതര ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന ഏത് മതവിശ്വാസവും അതിന് പ്രസക്തിയില്ല, അല്ലെങ്കിൽ മതത്തിൻ്റെ ആചാരങ്ങൾക്ക് പ്രസക്തിയില്ല എന്നത് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇത് സുപ്രീം കോടതി നിരോധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുകയുണ്ടായത്. ഒരുപക്ഷെ ഇത്തരം ചർച്ചകൾ, വ്യത്യസ്തമായ രീതിയിലുള്ള ചർച്ചകളായിരിക്കാം ഒരു ആശയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും കസാൻഡ്രസാക്കിസ് ഈ നോവലിലൂടെ അല്ല ശ്രദ്ധേയരാകേണ്ടത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായുള്ള ഒട്ടേറെ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ദാർശനിക തലം അതിശക്തമായ രീതിയിലേക്ക് പ്രകടിതമാകുന്ന ഒരു വശങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. എന്തായാലും കസാൻഡ്രസാക്കിസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയഗതികൾ അത് തീർച്ചയായിട്ടും സമൂഹത്തെ ജ്വലിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ മനസാക്ഷികളെ ജ്വലിപ്പിക്കുന്ന ഒന്നായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തൻ്റെ ആത്മീയ അസ്വസ്ഥ്യം അത് കൃത്യമായ രീതിയിൽ വിലയിരുത്തപ്പെടുകയും താൻ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, തൻ്റെ തലം എന്തായിരിക്കണം, താൻ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, തനിക്ക് വേണ്ടത് ഒരു ബ്രഹ്മചര്യ ജീവിതമാണോ അതോ ആ തലത്തിലൊക്കെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഉഴലുന്ന ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ കടന്നുപോയ കാര്യം നമുക്ക് വ്യക്തമാകുന്നതാണ്. അതാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റും ദൈവത്തിൻ്റെ നിസ്സനും ഒരുപോലെ നമ്മൾ അനുഭവിപ്പിക്കപ്പെടുന്നത് എന്നുകൂടി ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. ഈ പറയുന്ന 5 വർഷത്തിലുള്ള അദ്ദേഹം ചിന്തകൾക്ക് വലിയ മാറ്റം വന്നു എന്നതുകൂടി ഓർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും വ്യത്യസ്തമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക, ആ ആശയങ്ങളെ വിജയിപ്പിക്കുന്ന രീതിയിൽ അത് വരികളിലാക്കുക, അത് ലോകം അംഗീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സാഹിത്യകാരനെ സംബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനായും ദാർശനികനായിട്ടും അദ്ദേഹത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കാരണവും അതിലെ ആശയം ഗരിമ തന്നെയാണ്. അതിൻ്റെ ആഖ്യാന ശൈലിയിലെ വ്യത്യസ്ത പുലർത്തുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ലോകത്തെ അമ്പരപ്പിച്ചു എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഇനിയും പുനർവായന നടക്കപ്പെടട്ടെ എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. ഒരുപക്ഷെ നമ്മൾ പുനർവായന നടത്തിയാൽ നമുക്ക് ഇന്നേ വരെ ലഭിച്ച ആശയമായിരിക്കില്ല ഒരുപക്ഷെ നമുക്ക് ലഭിക്കുക എന്നതുകൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട സംഗതിയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.